ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ നമുക്കിന്നൊരു കഥ പറയാം അല്ലേ? ഒരു കൃഷിക്കാരൻ്റെയും കഴുതയുടെയും കഥയാണ്. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാണ്. അപ്പോൾ ഈ കൃഷിക്കാരൻ എല്ലാ ദിവസവും ഈ കഴുതയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് പോവുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴുത അറിയാതെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴും. പൊട്ടക്കിണറ്റിലേക്ക് വീണ് അത് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ കൃഷിക്കാരൻ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കിണറ്റിൽ വെള്ളമൊന്നുമില്ല. പക്ഷേ കഴുത കുറച്ച് താഴെയാണുള്ളത്. ആവുന്നത്ര ശ്രമിച്ചു നോക്കി അദ്ദേഹം, പക്ഷേ അതിനെ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. കഴുതൊക്കെ കുറച്ച് പ്രായമായി, അതിനെ ഒരുപാട് ചിലവൊക്കെ ആക്കി അതിനെ പുറത്തെടുക്കുന്നതിനെക്കാട്ടും നല്ലത് മണ്ണിട്ട് അതിനെ ആ കിണറ്റിൽ തന്നെ മൂടിയേക്കാം. പൊട്ടക്കിണറായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി വന്ന് കിണറ്റിലേക്ക് മണ്ണിടാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷം അദ്ദേഹം വെറുതെ കിണറ്റിലേക്ക് ഒന്ന് താഴ്ന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. കഴുത ഓരോ പ്രാവശ്യവും ഇടുന്ന മണ്ണ് പുറത്തു നിന്ന് കുടഞ്ഞു മാറ്റി ഓരോ മണ്ണിൽ തരികളും മാറ്റിയിട്ട് ആ മണലിന് മുകളിലേക്ക് കയറി നിൽക്കുന്നു. ഓരോ പ്രാവശ്യം ഇടുന്ന മണലിന് മുകളിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. പിന്നീട് ഈ സുഹൃത്തുക്കൾ മണ്ണ് ഇടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴുത മുകളിലെത്തും. കഴുത ഉടനെ തന്നെ എന്ത് ചെയ്യും? കിണറ്റിൽ നിന്നും ചാടി പുറത്തേക്ക് ഓടിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും കഴുത എന്ന് പറയുന്ന ഒരു ജീവി നമ്മൾ ബുദ്ധിശൂന്യമായ ഒരു ജീവി അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഒരു ജീവിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് കഴുത എന്തെങ്കിലും ചെയ്യുമ്പോൾ കഴുതയെ പോലെ പെരുമാറില്ല എന്നൊക്കെ പറയും അല്ലേ? പക്ഷേ ഇവിടെ കഴുതക്ക് ബുദ്ധിയുണ്ടോ ഇല്ലാത്തതോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കഴുത എന്ത് ചെയ്തു? കറക്റ്റ് ടൈമിൽ അതിൻ്റെ ബുദ്ധി അത് പ്രയോഗിച്ചു. അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലേക്ക് വീണ് പോകുമ്പോൾ ആ ടൈമിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഈ ഒരു കഥ നമ്മളെ സഹായിക്കും. അതായത് ആ കഴുതയെ പോലെ പെട്ടെന്ന് തന്നെ ചിന്തിച്ച് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ തളർത്തും ഒരുപാട് വ്യക്തികളുണ്ടാവും. പക്ഷേ അതിനൊക്കെ കഴുത മണൽത്തരികൾ കുടഞ്ഞു മാറ്റിയതുപോലെ മാറ്റിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് കിണറിൽ വീണുപോയ അവസ്ഥയിലല്ലാതെ മുകളിലേക്ക് കയറി വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക. അതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ കഥ കൊണ്ട് കഴുത നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഓരോ പ്രശ്നം വീഴുമ്പോഴും അഗാധത്തിലേക്ക്, അതായത് കിണറ്റിൽ ആ ഒരു അഗാധതയിൽ പെട്ടുപോകുക എന്ന് പറയില്ലേ, അതിൽ നിന്നും അങ്ങനെ ആയിപ്പോവാതെ എന്ത് ചെയ്യുക? മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കഴുതയെ പോലെ ചാടി പോവുക. ഓക്കെ, ബൈ.